ഹലോ, ഫുക്കറ്റ് ഓൾഡ് ടൗണിലെ വേറൊരു വീഡിയോ കൂടിയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നടന്ന് ഫുക്കറ്റ് ഓൾഡ് ടൗണിലൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഒരു മഴയൊക്കെ കഴിഞ്ഞായിരുന്നു. ആ മഴയൊക്കെ കഴിഞ്ഞ് കുറച്ചങ്ങ് നീങ്ങിയപ്പോഴേക്കും പിന്നെ നമുക്കൊരു ചൂടൊക്കെ എടുത്തു തുടങ്ങി. അപ്പോൾ നമ്മളെന്നാൽ വെള്ളമൊക്കെ കുടിക്കാമെന്നും പറഞ്ഞ് അവിടുത്തെ സ്ട്രീറ്റ് ഫുഡ്സൊക്കെ ട്രൈ ചെയ്യാമെന്നും പറഞ്ഞ് അങ്ങനെ നോക്കിയപ്പോഴേക്കും കരിക്ക് കണ്ടു. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കരിക്കൊക്കെ മേടിച്ചു. കരിക്കിന് അവിടെ 55 ബാത്തായിരുന്നു. അവിടുത്തെ കരിക്കെന്ന് പറഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ളൊരു കരിക്കാണ്. കാരണം ഭയങ്കര വെള്ളത്തിനൊക്കെ ഭയങ്കര മധുരം, പഞ്ചസാര ഇട്ട പോലെ. പിന്നെ അടുത്തതായിരുന്നു കോക്കനട്ട് ഐസ്ക്രീം. അപ്പോൾ അവിടെ നമ്മുടെ ഇവിടുത്തെ പോലെ കോക്കനട്ട് എന്താ പറയുക, കരിക്ക് വെട്ടിത്തരുന്ന പരിപാടിയൊന്നുമില്ല. അവരത് പിന്നെ വേറെ റീയൂസ് ചെയ്യുന്നത്, അതിങ്ങനെ വേറെ കട്ട് ചെയ്ത് കോക്കനട്ട് ഐസ്ക്രീം ഇട്ട് തരാനുള്ളൊരു പാത്രം പോലെയാണ്. കോക്കനട്ട് ഐസ്ക്രീം നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു. അതിന് 69 ബാത്തായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു കോക്കനട്ട് ഐസ്ക്രീമിന്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അവിടെ വേറെയും സ്ട്രീറ്റ് ഫുഡ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് അവിടെ നിന്ന് ട്രൈ ചെയ്യാൻ തോന്നിയില്ല. എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ നടന്ന് ഒരുപാട് കഫേസും റെസ്റ്റോറൻറ്റ്സൊക്കെ കണ്ടു. അവിടെയൊക്കെ തായ് ഫുഡ്സൊക്കെ ആയതുകൊണ്ട് തായ് ഫുഡൊക്കെ പിന്നീട് ട്രൈ ചെയ്യാം, ഫസ്റ്റ് ഡേ അല്ലേ എന്നുള്ളത് കൊണ്ട് പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു. ഇപ്പോൾ ഒരുപാട് വണ്ടികളൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ ടൗണിൻ്റെ ഒരു പ്രത്യേകത. കുറേ കടകളും റെസ്റ്റോറൻറ്റ്സൊക്കെ ഉള്ളത് ഇങ്ങനെ നീളത്തിലിങ്ങനെ കിടക്കുകയാണ്. ഒരുപാട് നടന്ന് നമുക്ക് ഇങ്ങനെയുള്ള സ്ട്രീറ്റൊക്കെ കണ്ട് നമ്മൾ പറഞ്ഞ ഡെസ്റ്റിനേഷനിലേക്ക് തിരിച്ച്, നമ്മുടെ ഡ്രൈവർ പറഞ്ഞ ടൈം ആവാറായി, ഒന്ന് തിരിച്ച് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ നടന്നെല്ലാം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പോകുന്ന വഴിക്ക് നമ്മളൊരു വലിയ ഗ്യാസ് കുറ്റി കണ്ടു, കൊമേഴ്ഷ്യൽ കുറ്റി. അത് കണ്ടപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മുടെ വെയിറ്റിംഗ് പോയിൻ്റ് പറഞ്ഞിരുന്ന ഒരു ടെമ്പിളിൻ്റെ അടുത്തായിരുന്നു, ഒരു ബുദ്ധ ടെമ്പിള്. അപ്പോൾ നമ്മളവിടെ ചൈനീസ് ടെമ്പിളിൻ്റെ അടുത്തൊക്കെ പോയി നിന്നു. ഡ്രൈവറെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ വണ്ടിയൊക്കെ വരാനായിട്ട്. ഡ്രൈവറിൻ്റെ വണ്ടി വരുന്നവരെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ ഇരുന്നു. അതൊരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്, വാങ്ചലോങ് ടെമ്പിൾ പോലെ തന്നെ വേറെ എന്തോ ഒരു ഇത്. നമ്മളപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അടുത്ത